ഒരു ദിവസം 6 മണിക്കൂർ പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇമ്പോസിബിളായിട്ട് തോന്നും അല്ലേ? 6 മണിക്കൂറൊക്കെ എങ്ങനെ ഇരുന്ന് പഠിക്കാനാണ്? 1 മണിക്കൂർ പഠിക്കുമ്പോൾ തന്നെ ഉറക്കം വരും. പക്ഷേ കാര്യം വളരെ സിമ്പിളാണ്. 6 മണിക്കൂർ നമുക്ക് സുഖമായിട്ട് പഠിക്കാൻ കഴിയും. അതിന് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഏതൊക്കെ സമയമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നതൊരു കാൽക്കുലേഷൻ ചെയ്ത് വെക്കുക. അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എത്രയൊക്കെ സമയമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ചില ആളുകൾക്ക് രാവിലെ ആയിരിക്കും പഠിക്കാൻ താല്പര്യം, ചില ആളുകൾക്ക് വൈകുന്നേരമായിരിക്കും സമയം കിട്ടുന്നത്, ചിലർക്ക് 2 നേരവും കാണും, ചിലർക്ക് ഉച്ചയ്ക്കായിരിക്കും സമയം. അപ്പം നിങ്ങളുടെ സമയം ഫ്രീ ടൈം എപ്പോഴാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഫ്രീ ടൈം ഇല്ല എന്നൊരിക്കലും പറയരുത്. ഒരു ദിവസം നമുക്ക് 24 മണിക്കൂറാണുള്ളത്. ആ 24 മണിക്കൂർ നിങ്ങൾ എന്തായാലും ബിസി അല്ലല്ലോ. അതിലൊരു 5 മണിക്കൂർ ഉറക്കത്തിന് മാറ്റി വെച്ചാലും ബാക്കി ഇത്രയും മണിക്കൂർ നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഇല്ല എന്നൊരു കാര്യം മാത്രം പറയരുത്. നിങ്ങൾ ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരായിരിക്കാം, കോളേജിൽ പോകുന്നവരാവാം, അല്ലെങ്കിൽ വീട്ടിൽ ജോലിയുള്ളവരായിരിക്കാം. എന്താണേലും നിങ്ങളുടെ മുൻപിൽ സുഖമായിട്ട് 6 മണിക്കൂർ കിട്ടും. അത് കണ്ടിന്യൂസ് 6 മണിക്കൂർ ആവണം എന്നില്ല, സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ മതി. ആദ്യം സമയമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളത് പറയാം. 6 മണിക്കൂർ എന്നുള്ളത് നിങ്ങൾക്ക് രാവിലെ 3 മണിക്കൂറും വൈകിട്ട് 3 മണിക്കൂറുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം അല്ലേ? അപ്പോൾ രാവിലെ നിങ്ങളിപ്പോൾ ഒരു 4:30-ക്ക് എണ്ണിക്കുവാണെങ്കിൽ 5:30, 6:30, 7:30 വരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. 3 മണിക്കൂറായി. അതേപോലെ വൈകുന്നേരം ഒരു 6:30-ക്ക് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ 7:30, 8:30, 9:30 വരെ കണ്ടിന്യൂസ് 3 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 6 മണിക്കൂർ പഠിക്കാൻ കഴിയും. ഈ വൈകുന്നേരം മാത്രമേ സമയമുള്ളെങ്കിൽ നിങ്ങളിപ്പോൾ 7 മണിക്ക് ഫ്രീ ആയെന്നിരിക്കട്ടെ, കുളിച്ച് ഫ്രഷായി 7 മണിക്ക് ഫ്രീ ആയിരുന്നു കഴിഞ്ഞാൽ 7 തൊട്ട് 8, 9, 10 വരെ നിങ്ങൾക്ക് പഠിക്കാമല്ലോ. 10 മണിക്ക് ഫുഡ് കഴിച്ച് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് 10:30 ആകുമ്പോൾ വീണ്ടും പഠിക്കാനിരിക്കുക. 11:30, 12:30, 1:30 വരെ നിങ്ങൾക്ക് വീണ്ടും പഠിക്കാം. അതിനുശേഷം ഉറങ്ങിയിട്ട് രാവിലെ നിങ്ങൾ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ജോലിക്കൊക്കെ പോകണമെങ്കിലും 6 മണിക്ക് എഴുന്നേറ്റാൽ മതിയല്ലോ. നിങ്ങൾക്ക് സമയം ഇപ്പോൾ രാവിലെ പഠിക്കാൻ സമയമില്ലെങ്കിൽ എഴുന്നേൽക്കേണ്ട കാര്യമില്ല. രാത്രി 1:30 വരെ ഇങ്ങനെ പഠിച്ചാലും മതി. ഇനി ഏറ്റവും കൂടുതൽ പരാതിയുള്ളത് വീട്ടു ജോലിയുള്ളവർക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും സമയം സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ഒരു 5 മണിക്ക് എണ്ണിക്കുകയാണെങ്കിൽ 6 തൊട്ട് 7 മണി വരെ 2 മണിക്കൂർ പഠിക്കുക അല്ലേ? അതിനുശേഷം വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് തീർക്കുക. ഒരു 11:30 ആകുമ്പോൾ ജോലി തീർത്ത് കഴിഞ്ഞാൽ 11:30 തൊട്ട് 12:30, 1:30 വരെ, അതായത് ചോറുണ്ണതിന് തൊട്ട് മുമ്പ് 2 മണിക്കൂർ കൂടി പഠിക്കുക. അപ്പോൾ 4 മണിക്കൂറായല്ലോ. അതേപോലെ നിങ്ങൾ ഉച്ചയ്ക്ക് അധികം ഉറങ്ങിയൊന്നും ചെയ്യാതെ ഒരു 3:30 ആകുമ്പോൾ വീണ്ടും പഠിക്കാനിരിക്കുക. 3:30 തൊട്ട് 4:30, 5:30, അപ്പോൾ തന്നെ 6 മണിക്കൂറായല്ലോ. ആ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സമയം എപ്പോഴൊക്കെയാണ് ഗ്യാപ്പ് എടുക്കാൻ പറ്റുന്നതെന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് സമയം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആ സമയത്ത് പഠിക്കേണ്ട ടോപ്പിക്സൊക്കെ പ്രത്യേകം മാർക്ക് ചെയ്ത് വെക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ തലേന്ന് രാത്രിയെ നെക്സ്റ്റ് ഡേ പഠിക്കാനുള്ള എല്ലാം പ്ലാൻ ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് അന്നത്തെ ദിവസം എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുക. അങ്ങനൊരു പ്ലാനിങ് ഉള്ളവർക്കാണെങ്കിൽ സമയം അധികം പാഴാക്കാതെ കറക്റ്റ് 6 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാം പഠിച്ചു തീർക്കുവാൻ കഴിയും. ഇതുപോലെയുള്ള സ്റ്റഡി ടിപ്സ് ആൻഡ് മോട്ടിവേഷൻ ഉൾപ്പെടുത്തി ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.